അമേരിക്കയും ഇസ്രായേലും ലോകത്തെ ഒരു മൂന്നാം മഹായുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ദയനീയ സാഹചര്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഇറാഖിനെയും അഫ്ഗാനിസ്ഥാനെയും ലിബിയയെയും വെനേസുലയെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തിയ ഇസ്രായേൽ അമേരിക്കൻ പ്രഭൃതികൾ ഇറാനെയും നശിപ്പിച്ച് അവരുടെ വരുതിക്ക് കീഴിൽ നിർത്താനുള്ള ശ്രമങ്ങൾ അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ വിചാരിച്ച പോലെ ഇറാനെ ഒതുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. മർദ്ദിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ കിടന്ന് എരിവിരി കൊള്ളേണ്ടി വരുന്ന ജനതതികൾക്ക് എന്നും താങ്ങും തണലുമായി നിന്നിട്ടുള്ളത് ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായിയെ മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയപ്പോൾ ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും മൗനം അവലംബിച്ച ഘട്ടത്തിൽ അവർക്ക് ശക്തമായ പിന്തുണയുമായി മുന്നോട്ട് വന്ന 3 രാജ്യങ്ങളിൽ 2 രാജ്യവും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. റഷ്യ നേരത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെയാണ് അമേരിക്കൻ ഗൂഢാലോചനയിലൂടെ ഇല്ലാതാക്കിയത്. ചൈനയും ഉത്തര കൊറിയയും ഇറാന്റെ ശക്തമായിട്ടുള്ള പക്ഷത്ത് നിന്നുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി ശക്തമായി പൊരുതാൻ അവർക്ക് ആവേശവും കരുത്തും നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്രമിക്കപ്പെടുന്നവന്റെ മതം നോക്കി, വധിക്കപ്പെടുന്നവന്റെ ജാതിയും സമുദായവും നോക്കി പ്രതികരിക്കുന്ന രീതിയും ശീലവും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇല്ല. എല്ലാവരും മനുഷ്യരാണ് എന്ന തലത്തിലാണ് എന്നും കമ്മ്യൂണിസ്റ്റുകാർ ലോക മനുഷ്യ സമൂഹത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ പല മുസ്ലിം രാജ്യങ്ങളും മൗനം അവലംബിച്ച ഘട്ടത്തിൽ ശക്തമായ പിന്തുണ അവർക്ക് നൽകാൻ ചൈനയും ഉത്തര കൊറിയയും തയ്യാറായത് എന്നുള്ളത് നാം മറന്നു പോകരുത്. അത് നമ്മളുടെ രാജ്യത്തും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഗുജറാത്തിൽ കലാപം നടന്നപ്പോൾ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ RSSഉം സംഘപരിവാർ ശക്തികളും മതന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘർഷവും കലാപങ്ങളും ഉണ്ടാക്കിയപ്പോൾ അവിടെയെല്ലാം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കൈലേസുമായി ഓടിയെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു എന്നുള്ളത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ലോകത്തെവിടെ ഏതൊക്കെ രാജ്യങ്ങളിൽ മനുഷ്യർ അതിക്രമങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നുണ്ടോ, സാമ്രാജ്യത്വത്തിന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ ഞെരിഞ്ഞമരുന്നുണ്ടോ, അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് ചേരിയും ശക്തമായ പിന്തുണയുമായി എത്തുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യവുമായി കഴിഞ്ഞ വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം നീണ്ടുപോയാൽ അതാർക്കാണ് നഷ്ടങ്ങൾ വരുത്തുക എന്നുള്ളതിന് വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നമ്മളുടെ അടുക്കളയിൽ പുക ഉയരണമെങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഇനി പ്രവർത്തിപ്പിച്ച് പുക ഉയർത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പശ്ചിമേഷ്യയിൽ നിന്ന്, ഗൾഫ് നാടുകളിൽ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കപ്പലുകളിൽ ഇന്ത്യക്ക് ഇറാൻ ഒരു വിടുതൽ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അല്പം കുറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇവിടെ പാചകവാതകം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, അവിടെയെല്ലാം തന്നെ രൂക്ഷമായ പാചകവാതക പ്രതിസന്ധി ഊർജിതമായി കൊണ്ടിരിക്കുന്നു, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധം നീളുമ്പോൾ ഇറാന് മാത്രമല്ല നഷ്ടം, ഇറാനിലെ ജനങ്ങൾ മാത്രമല്ല കൊല്ലപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്ന കോടാനുകോടി വരുന്ന മനുഷ്യർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം അമേരിക്കയും ഇസ്രായേലും ഓർക്കുന്നത് നന്നാകും. ഈ ജാഥ
ഈ പ്രകടനം യുദ്ധ വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ലിബിയയെയും ഇറാഖിനെയും എല്ലാം അമേരിക്ക നിലംപരിശാക്കി, നിഷ്പ്രഭമാക്കി. ആണവശക്തി ഏത് രാജ്യം സംഭരിച്ചു വെച്ചിട്ടുണ്ടോ ആ രാജ്യത്തോട് യുദ്ധം ചെയ്യാനാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഭയം. അതുകൊണ്ടാണ് അവർ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാത്തത്. ആണവശക്തി റഷ്യയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവർ ചൈനയെ തൊടാത്തത്. ചൈനയുടെ കയ്യിൽ ആണവശേഷിയുള്ള ആയുധങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ ഉത്തര കൊറിയയുടെ നേർക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത്. അവരുടെ കയ്യിൽ ഇങ്ങോട്ടാക്രമിച്ചാൽ പ്രതിരോധിക്കുവാൻ ആണവശക്തിയുണ്ട്, ആണവായുധങ്ങളുണ്ട്. അത് വികസിപ്പിച്ചെടുക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും വിലക്കുകയാണ് അമേരിക്ക. എന്നിട്ട് അവരുടെ കയ്യിൽ മാത്രം ആണവശേഷിയുള്ള ആയുധങ്ങൾ സംഭരിച്ചു വെക്കുകയാണ്. സദ്ദാം ഹുസൈന് പറ്റിയ തെറ്റ്, മുഅമ്മർ ഗദ്ദാഫിക്ക് പറ്റിയ തെറ്റ്, അവർ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവരുടെ രാജ്യത്ത് യുറേനിയം ഉൽപ്പാദിപ്പിച്ച് അവരുടെ നാട്ടിൽ അവരുടെ രാഷ്ട്രത്തിന്റെ സ്വത്തായി ആണവശേഷി വികസിപ്പിച്ചെടുക്കാൻ മുന്നോട്ട് വന്നില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തപ്പെട്ടതും അവരെ അതിക്രൂരമായി കൊല ചെയ്തതും. അങ്ങനെ ലോകത്ത് ഇനി ഒരു രാജ്യം പശ്ചിമേഷ്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായത്തിന്റെ കൂടി വെളിച്ചത്തിലാണ്, ഗൂഢതന്ത്രത്തിന്റെയും ഗൂഢാലോചനയുടെയും അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധത്തിന് ഇസ്രയേലും അമേരിക്കയും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ യുദ്ധം മാനവരാശിക്കെതിരെയുള്ള യുദ്ധമാണ്. ഇത് ഇറാനെതിരെ മാത്രമുള്ള യുദ്ധമല്ല. ഇത് ലോകത്ത് സമാധാനം കാക്ഷിക്കുന്ന മുഴുവൻ മനുഷ്യരോടുമുള്ള യുദ്ധമാണ്, യുദ്ധപ്രഖ്യാപനമാണ് എന്ന് നാം തിരിച്ചറിയുക. അതിനെതിരായി ജനമനസ്സുകളെ ഉണർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ എടപ്പാളിൽ നിന്ന് നടുവട്ടം വരെ ഒരു യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കപ്പെട്ടത്. ഇത് സംഘടിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ഇതിലണിനിരന്ന എല്ലാ പ്രവർത്തകരെയും എല്ലാ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. നാം മനുഷ്യരുടെ പക്ഷത്താണ് എന്ന് പ്രഖ്യാപിച്ചതിന്, നാം മാനവികതയുടെ പക്ഷത്താണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.